ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പച്ചരി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതാ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് അരി ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഈ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് കുറച്ച് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പാനിയാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കുറച്ച് എള്ളും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചിടുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഇപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയേക്കുവാണ്. വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ചെറിയ ബൗളാണ് എടുത്തേക്കുന്നത്. 2 ബാച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അരി പൊടിക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് അങ്ങ് പൊടിക്കരുത്. പുട്ടുപൊടിയുടെയും അതേപോലെ തന്നെ റവയൊക്കെ ഇരിക്കുന്ന ഒരു തരിതരിപ്പുണ്ടല്ലോ, അതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തരിതരിപ്പോടി കൂടി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ അടുത്ത ബാച്ചും പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ആ മിക്സി ബൗളിലേക്ക് തന്നെ നമുക്ക് കുറച്ച് പഴം ഒന്ന് അരച്ചെടുക്കണം. പാളയംകോടൻ പഴമാണ് എടുത്തേക്കണത്. നല്ല പഴുത്ത പാളയംകോടൻ പഴം. ഞാനിവിടെ ഒരു 3 എണ്ണം എടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ അതാ പഴം ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പഴം ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കാം. ആദ്യം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ തേങ്ങയും അതേപോലെ തന്നെ എള്ളും, ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതാദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ള ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 നുള്ള ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതായാലും മതി. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാവ് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആദ്യമേ തന്നെ ശർക്കരപ്പാനി ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്.
അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു പരുവത്തിലാണ്. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവം. ഇതാ ശർക്കര പാനി ഇത്ര എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3 മണിക്കൂർ അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കാവും. ആ സമയത്ത് നമുക്ക് ഒത്തിരി തിക്കായെങ്കിൽ ബാക്കിയുള്ള ശർക്കര പാനികൾ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3 മണിക്കൂർ അടച്ചു വെച്ച് കൊടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. 3 മണിക്കൂറിന് ശേഷം മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് ശർക്കര പാനിയോ അതും അല്ലെങ്കിൽ ശർക്കര പാനി ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമുക്കിത് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഇല്ലെങ്കിൽ അതിന് പകരം വെള്ളം ഒഴിച്ചാലും മതി, സാധാരണ പച്ചവെള്ളം. കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അതും അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ അതാ നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിടുക. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് നമ്മുടെ മാവ് എടുത്തേക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും. തൈ വെച്ച് ഒഴിക്കണേ കഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് എല്ലാം ഒഴിച്ചു കൊടുത്തു. ഒരു വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ ചെറുതായിട്ട് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ ഉണ്ണിയപ്പം. നമുക്ക് മറിച്ചിടുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ആ വശം നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. തീ കൂട്ടി കൊടുത്താൽ ആകെ ഒന്നും വേഗത്തില്ല. അത് കാരണം തീ കുറച്ച് തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ വശവും അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് വെച്ചിരുന്നത്. 3 മണിക്കൂർ വെച്ചപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അടുത്ത ബാച്ചും തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്.